ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് എന്തെങ്കിലും പ്രകൃതി ദുരന്തത്തിന് സഹായിക്കണമെന്നുണ്ടെങ്കിൽ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. അങ്ങനെ മുമ്പ് അൻപോട് കൊച്ചി, അൻപോട് തിരുവനന്തപുരം അടക്കം ഏറ്റവും മികച്ച രീതിയിൽ പ്രളയത്തിനും കൊറോണയ്ക്കുമൊക്കെ തിരുവനന്തപുരത്തുകാർ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രമുഖ മുഖം ഒരുപക്ഷെ നമുക്കെല്ലാം പരിചയമുള്ള സെലിബ്രിറ്റി കൂടിയായ ശ്രീമതി ശോഭയാണ്. ശോഭ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ശോഭ, നിങ്ങളുടെ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസ്, നമ്മുടെ ഇപ്പോഴത്തെ ഫ്ലഡിൻ്റെ ആക്ടിവിറ്റീസ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എനിക്കറിയാം ആ ഭാഗത്ത് എവിടെയാണ് നിൽക്കുന്നത് എന്നെനിക്കറിയാം. എന്താ അതുകൊണ്ടാണ് ഈ സൗണ്ട്, എന്താ നിങ്ങൾ ഇത്തവണ ചെയ്തത്? കേൾക്കാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ഇപ്രാവശ്യം പത്തനംതിട്ട കളക്ടർക്ക് വേണ്ടിയിട്ട്, അതായത് പത്തനംതിട്ട റീജിയന് വേണ്ടിയിട്ട് കളക്ഷൻ പോയിന്റ് ഇപ്പോ വിമൻസ് ക്ലബില് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കവടിയാർ വിമൻസ് ക്ലബ് അല്ലേ? കവടിയാർ വിമൻസ് ക്ലബില്. പിന്നെ അതുപോലെ തന്നെ ടെക്കീസിന് വേണ്ടിയിട്ട് ടെക്നോ പാർക്കിനകത്ത് ജിടെക്കും അതുപോലെ ടെക്നോ പാർക്ക് ടുഡേയുടെ കൂടെ നമ്മൾ അവിടെയും ഒരു കളക്ഷൻ പോയിന്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം 83 സെന്റേഴ്സ് ആണ് പത്തനംതിട്ടയിലുള്ളത്. അതിൽ നമുക്ക് അറൌണ്ട് 5500 വിക്ടിംസ്, അറൌണ്ട് 6000 വിക്ടിംസ് ആണ് അവിടെ ഇപ്പം അഫക്റ്റഡ് ആയിട്ടുള്ള വിക്ടിംസ് ആണ് ഉള്ളത് ക്യാമ്പ്സിൽ. അവർക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ക്വാണ്ടിറ്റി നമ്മൾ കളക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് നമ്മളിപ്പോൾ സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് വരുന്നുണ്ട്, പക്ഷെ അത് പോരാ. ഇനിയും നമുക്ക് ആവശ്യമുണ്ട്. അറൌണ്ട് ഇപ്പം ഈ സാധനങ്ങളൊക്കെ ഏകദേശം നമുക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഇനി വേണ്ടത് നമുക്ക് നൈറ്റി, ലുങ്കീസ്, അങ്ങനെ സാനിറ്ററി നാപ്കിൻസ്, കുടിവെള്ളം പിന്നെ നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. അപ്പൊ അത്രത്തോളം നമുക്ക് വേണം. കുഞ്ഞുടുപ്പ്, അതൊന്നും നമുക്ക് ഇതുവരെയായിട്ടും കുഞ്ഞുടുപ്പൊന്നും അധികം വന്നിട്ടില്ല അല്ലേ ചേച്ചി? കുഞ്ഞുടുപ്പൊന്നും അധികം വന്നിട്ടില്ല. പക്ഷെ ക്ലോത്ത്സ് എന്തായാലും വേണം. അപ്പം കുറെ ഒരു റിക്വയർമെന്റ് ലിസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒത്തിരി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ട്രക്ക് ഇവിടെ നിന്ന് വിടുകയാണ്. അപ്പം എത്രയും പെട്ടെന്ന് സാധനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളൊരു ഹംബിൾ റിക്വസ്റ്റ്. ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടോ ശോഭ? അതായത് പല ആൾക്കാർക്കും ഒരു നമ്പർ, ഹെൽപ്പ് ലൈൻ നമ്പർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പറയാമോ? കാണാതെ അറിയാമെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ കൊടുത്തേക്കാം. നമ്പർ പറഞ്ഞു, ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് പറയോ? പെട്ടെന്ന് പറയാം. എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യമാണ്. നമ്പർ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ധാരണ ക്ലിയർ ചെയ്യാൻ രണ്ട് കാര്യം കൂടി. നിയർലി 83 സെന്റേഴ്സ് ഉണ്ട് അല്ലേ? 83 സെന്റേഴ്സോളം ഉണ്ട് പത്തനംതിട്ട. അതെ അതെ, പത്തനംതിട്ട നമ്മള് 83 അറൌണ്ട് 133 സെന്റേഴ്സിൽ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് 83 സെന്റേഴ്സ് ആണ്. അതിനകത്ത് ആവശ്യമുള്ള കറക്റ്റ് റിക്വയർമെന്റ് ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ക്വാണ്ടിറ്റി സഹിതം. അപ്പം അതിനനുസരിച്ച് സോ ദാറ്റ് അത് വേസ്റ്റേജ് നമ്മൾ 2018 കണ്ടതുപോലെ വേസ്റ്റേജ് ആയി പോവാതിരിക്കാനും അതിനനുസരിച്ചിട്ടുള്ള കോർഡിനേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓൾറെഡി വോളണ്ടിയേഴ്സ് കൂടെ പോകുന്നുണ്ടാവും. അവിടെ നമുക്ക് ഓൾറെഡി 10-30 വോളണ്ടിയേഴ്സ്, ആക്റ്റീവ് വോളണ്ടിയേഴ്സ്, അൻപോട് ട്രിവാൻഡ്രം സ്റ്റാർട്ട് ചെയ്തത് മുതലേ ഉള്ള വോളണ്ടിയേഴ്സ് എല്ലാ ജില്ലയിലും ഉണ്ട്. അതിപ്പോ ഭൂമിക NGO ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു NGOയും ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ വർക്ക് തുടരുകയാണ്. നമ്പർ പറയാമോ? നമ്പർ ഞാൻ പറയട്ടെ, നമ്പർ വരട്ടെ. 891-20-25070. ഞാൻ വായിക്കാം. 891-202-5070. അത് കൂടാതെ ഒരു ലാൻഡ് ലൈൻ നമ്പർ കൂടെ ഉണ്ട്, 0471-401-3939. നമ്മുടെ കൂടെയുള്ള മലയാളികളെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കടമയാണ്, നമ്മുടെ ഈ ദേശത്തോടുള്ള കൂറാണ്. ശോഭ, വാട്ട് യു ആർ ഡൂയിങ് ഈസ് ഗ്രേറ്റ്. ശോഭയും കൂടെയുള്ള എല്ലാ ടീമും അവരുടെ ഏകദേശം ഈ 83 സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നു. 133-150ഓളം ക്യാമ്പുകളുണ്ട്. 6000 പേര് 83 ക്യാമ്പുകളിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ 10,000-ലധികം ആൾക്കാർ പല ക്യാമ്പുകളിലായിട്ടുണ്ട്. വേണ്ട രീതിയിൽ നമ്മുടെ മീഡിയ ആ വിഷയങ്ങൾ, ഇവരുടെ നീഡ് വേണ്ട രീതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പലപ്പോഴും ജീവിതം നഷ്ടപ്പെട്ട് സ്വരുക്കൂടി ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നവരാണ്. അപ്പോൾ ശോഭ, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഞങ്ങൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2018 കഴിഞ്ഞ ഫ്ലഡിൽ നമ്മൾ അധികം ആരും ഇറങ്ങിയിട്ടില്ല ആക്റ്റീവായിട്ട്. ബിക്കോസ് നമുക്കറിയാം ആ സമയം ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യേണ്ട അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ അല്ല. പല ഭാഗങ്ങളിലും ഉൾപ്രദേശത്തോട്ടും പോലും സാധനങ്ങൾ ഒന്നും എത്താത്തവരുണ്ട്.
അപ്പം ഒത്തിരി ഹെൽപ്പ് ഇപ്പൊ ആവശ്യമുണ്ട്. അപ്പൊ എല്ലാരും എന്താ അവര് ചെയ്യട്ടെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കാണ്ട് മുമ്പോട്ട് വരണം, ഇറങ്ങണം. തന്നാൽ കഴിഞ്ഞ ഇപ്പൊ ഒരു ബോട്ടിൽ കേസ് എങ്കിൽ അത്രയെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ഹംബിൾ റിക്വസ്റ്റ് ആണ് ചെയ്യുന്നത്, പറയാനുള്ളത്. എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും, നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ് ശോഭ, കീപ് ഡൂയിങ് ദ ഗുഡ് വർക്ക്. Thank you so much, Rahul. Thank you for supporting the cause. അപ്പോൾ ഇതേപോലെ നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ മലയാളികൾ, നമ്മുടെ കേരളീയർ ബുദ്ധിമുട്ടിലാണ്. ഞാൻ നമ്പർ അടക്കം കൊടുക്കാം. നമ്മളാൽ കഴിയുന്ന ചെറിയ കോൺട്രിബ്യൂഷൻ, വീട്ടിലെ പഴയ തുണികളാകാം, കാര്യങ്ങളാകാം. ഇരുട്ടി വെളുക്കുമ്പോൾ ആ മഴയുടെ വെള്ളപ്പാച്ചിലിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. പ്രളയത്തിന് മഴയുടെ നിറമുണ്ടെന്നും മഴയ്ക്ക് ക്ലാരയുടെ നിറമുണ്ടെന്നും ഒക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് സ്വന്തം വീട് പലപ്പോഴും വെള്ളത്തിൽ മുങ്ങുന്നത് വരെ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള, പ്രളയവും മഴയൊക്കെ നല്ലതാണ്, പക്ഷേ ആ മഴയിലും പ്രളയത്തിലും മിന്നൽ പ്രളയത്തിലും നഷ്ടപ്പെട്ട പലരുമുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്താ പറയുക, ശോഭയ്ക്കടക്കം ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഉത്തരവാദിത്തം നമുക്ക് കൊണ്ട് നിറവേറ്റാം. നിങ്ങളാൽ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാരാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. ഗോഡ് ബ്ലെസ്.